സ്ഥിരം വിഷ്ണുവേ. ആ, മോഹനൻ. പറയൂ മോഹനൻ. വെൽക്കം. ആ, നമസ്കാരം. നമസ്കാരം. എനിക്ക് 2 ക്വസ്റ്റ്യനാണുള്ളത്. പെട്ടെന്ന് ഒന്ന് ആയിക്കോട്ടെ. ഒന്ന് ഈ സൗദി അറേബ്യയിലെ ഒരു മാറ്റം ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു മറ്റുള്ള ഈ ഇസ്ലാമിക നിയമത്തിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു 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 വലിയ മാറ്റം. ആ മാറ്റം അപ്പം ഈ ലോകത്ത് മുഴുവനുള്ള എല്ലാ ഇസ്ലാമുകളും അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ മതപരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണല്ലോ. ഇപ്പോൾ ഈ സൗദി അറേബ്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ലിബറലിസം കാരണം ഈ ലോക മുസ്ലിങ്ങളെല്ലാം സൗദി അറേബ്യ ഒഴിവാക്കി കേരളത്തെ ഉറ്റുനോക്കുമോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതോ പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോകുന്നു? രണ്ടാമത്തെ ചോദ്യം കൂടി ചോദിച്ചോളൂ, ഒരുമിച്ച് ഉത്തരം പറയാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരു 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 പൊളിറ്റിക്കൽ മൂവിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു നയമോ, 5 കൊല്ലം എന്ന് പറയുന്നത് ചെറിയൊരു പീരീഡ് ആണ്. അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു 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 രൂപരേഖയോ മറ്റു കാര്യങ്ങളോ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനാപരമായിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് വരും. അത് സമയമാകുമ്പോൾ നമ്മൾ അറിയിക്കും. അതിൻ്റെ പിന്നാലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആദ്യത്തെ ചോദ്യം, അത് നിങ്ങൾ പറഞ്ഞത് ഫാക്ച്വലി ഇൻകറക്റ്റാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മുഴുവൻ സൗദിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സൗദി ഒരു മാതൃകയൊന്നുമല്ല. ഇസ്ലാമിലെ കിതാബുകളാണ് ഇസ്ലാമിൻ്റെ മാതൃക എന്ന് പറയുന്നത്. സൗദി അതിനകത്ത് അത് ഏറ്റവും കൂടുതൽ എടുക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് മക്ക അവിടെ ഉള്ളതുകൊണ്ട് അതിനകത്തൊരു സിഗ്നിഫിക്കൻസ് അത്രയേ ഉള്ളൂ. മക്കയ്ക്ക് അപ്പുറത്ത് തായിഫോ അല്ലെങ്കിൽ മറ്റേ വേറെ ഏതെങ്കിലും പട്ടണമോ, മദീനയ്ക്ക് പോലും ഇത്രയും വലിയ പങ്കൊന്നുമില്ല. മക്ക ആ പള്ളിക്കാണ് പ്രധാനമായിട്ട് അവിടെ ഒരു പങ്ക് വരുന്നത്. അതായത് ഇപ്പോൾ ലോകാവസാനത്തിലെ ലക്ഷണമായിട്ടൊക്കെ കണക്കാക്കുന്ന സമയത്ത് പോലും പറയുന്നത് കഅബ പൊളിക്കപ്പെടും എന്ന് പറയുന്നതാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഅബയ്ക്കുള്ള ഒരു പ്രാധാന്യം, ഹജ്ജ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവിടെ വരുന്ന നിയമങ്ങളിലൊന്നും ഒരു മാറ്റമില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരവസ്ഥയില്ല. എങ്ങനെയാണോ അവർ അറബ് രാഷ്ട്രങ്ങളായ UAE ഇപ്പോൾ നോക്കാത്തത്, സമാനമായ രീതിയിൽ കുറച്ച് കഴിയുമ്പോൾ സൗദിയിലേക്ക് നോക്കാതെയാവും. അതുകൊണ്ട് തന്നെ ഇനി എപ്പോഴെങ്കിലും കേരളത്തിലേക്ക് നോക്കോ, അതുമില്ല. അങ്ങനെ ഉണ്ടാവില്ല. അവർ നോക്കുക എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീവ്രമായ വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകളെയാണ് അവർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുക. അവരുമായിട്ട് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു അഫിനിറ്റി കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും കൂടിച്ചേരാനും അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും സംഘം ചേർന്നുകൊണ്ട് അതിൻ്റെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സും അതിൻ്റെ അത്തരത്തിലുള്ള സംഗതികൾ അതെപ്പോഴും അലൈവായിരിക്കും. അതൊരു പൊളിറ്റിക്കൽ ഒരു സെൻസിറ്റിവിറ്റി ഇസ്ലാമിക് ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അതവിടെ ഉണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അല്ലാതെ സ്ഥലങ്ങൾ, രാജ്യങ്ങൾ, അതിർത്തികൾ, ഇതൊന്നും ഇസ്ലാമിൻ്റെ 7 അയലത്ത് വരുന്ന സാധനമല്ല. യെസ്, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ കൈപ്പള്ളി ആൻഡ് പോക്കടി? ഒരു സെക്കൻഡ്, നിങ്ങൾ 2 ചോദ്യമല്ലേ പറഞ്ഞ്, ആദ്യത്തെ റെസ്പോണ്ട് ചെയ്യട്ടെ കൈപ്പള്ളി. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ അവരൊരു പാൻ അറബ് പോളിസി സ്വീകരിച്ച്, അതും അത്ര നല്ല സുഖകരമായ ഒരു രീതിയല്ല. എന്നിരുന്നാലും ഇസ്ലാമിനെ അവർ ക്രമേണ ഒരു പേഴ്സണൽ റിലിജൻ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് അതിനെ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണോ യൂറോപ്പ് അതേപോലെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ മതത്തിന് ദേവാലയങ്ങളിലും പേഴ്സണൽ സ്പേസിലേക്കും ഒതുക്കാൻ ശ്രമിച്ചത്, അതേ രീതിയിൽ അതിനെ വെറും പേഴ്സണൽ ഐറ്റമായിട്ട് മാത്രം അത് പൊളിറ്റിസൈസ് ചെയ്യാതെ. കാര്യം അവിടെ ഇസ്ലാം പൊളിറ്റിക്കൽ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭരണത്തിനെ തന്നെ ബാധിക്കും. ഇതെല്ലാം മോണർക്കീസ് നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രാജഭരണത്തിനെ കോട്ടം തട്ടുന്ന ഒരു പരിപാടിയും, അതിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഈ ഐസിസിൻ്റെ മുന്നേറ്റം, ഈ സിറിയയിലും ഇറാഖിലും നടന്ന ഈ ഇസ്ലാമിക് കാലിഫേറ്റ് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ തന്നെ ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളെല്ലാം ഒന്ന് ഞെട്ടി. അതിന് ശേഷമാണ് ഈ ഒരു ക്രമേണയുള്ള ഇസ്ലാമിനെ ഒതുക്കുക, ഇസ്ലാം എന്ന് പറയുന്ന ആ പൊളിറ്റിക്കൽ അജണ്ടയെ ഒതുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് അവർ മാറിയത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം ഇസ്ലാമിനെ പേഴ്സണലൈസ് ചെയ്യുക, അത് പ്രൈവറ്റൈസ് ചെയ്യുക, അത് പൊതുധാരയിലേക്ക് ഇറക്കാതിരിക്കാനാണ് അവർ കഴിവതും ശ്രമിക്കുന്നത്. ആ ശ്രമം ഇനിയും തുടരും. അവിടെ വലിയ രീതിയിൽ ലിബറലൈസേഷൻ വരുന്നുണ്ട്. പിന്നെ എങ്ങോട്ട് ഇത് മാറും എന്നുള്ളതാണ്. ഇസ്ലാം ഡീസെൻട്രലൈസ്ഡ് ആവും. മുൻപ് സൗദി അറേബ്യ ആയിരുന്നു ഇതിൻ്റെ ഒരു കേന്ദ്രം. പാകിസ്ഥാൻ, സൗദി അറേബ്യ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. അത് എല്ലാത്തിനും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഈ രാജ്യങ്ങളായിരുന്നു. അപ്പോൾ അതിൽ നിന്നും മാറി അത് വളരെ അധികം അങ്ങ് ഡീസെൻട്രലൈസ്ഡ് ആവും. ഇസ്ലാമിന് ഒരു സെൻട്രൽ കമ്മിറ്റി ഉണ്ടാകാതെ
അവിടെ ഈ പറഞ്ഞ കണക്കുള്ള എങ്ങനെയാണോ ഇറാൻ ഷിയ മതത്തിൻ്റെ സെൻട്രൽ ആയിരിക്കുന്നത്, അതേപോലെ ഇത് ഇനി അങ്ങനെ ഒരു സെൻട്രലൈസേഷൻ ഇസ്ലാമിന് സുന്നി ഇസ്ലാമിൽ ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. പിന്നെ കേരളം അങ്ങനെ ആകുമോ എന്ന് ചോദിച്ചാൽ കേരളത്തിന് മറ്റ് പാർട്ടികൾ, രാഷ്ട്രീയ കക്ഷികൾ അവർ ഇതിനെ എത്ര കാലം താലോലിക്കുന്നു എന്നനുസരിച്ചിരിക്കും. അവരുടെ ഈ ഒരു സമീപനം, മൃദു സമീപനം, ഇസ്ലാമിനോടുള്ള മൃദു സമീപനം എന്ന് കുറയുന്നോ അന്ന് ഈ പറയുന്ന ഇസ്ലാമും കേരളത്തിലും കാര്യമായിട്ട് ഒതുങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഈ അടുത്ത കാലത്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിലൊരു വർഗീയ ഒരു ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഞാനിപ്പോ UK ഉള്ളത്, അങ്ങനൊരു ഫീലിങ്സ് ആണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ മറ്റും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നത്. അതിലൊന്നും യാഥാർത്ഥ്യമുണ്ടോ? യു കെയിൽ എങ്ങനെയാണോ ഇസ്ലാമിനെ അവർ സമീപിക്കുന്നത്, ഒരു മൃദു സമീപനം, അവിടുത്തെ ലേബർ പാർട്ടി എങ്ങനെയാണോ മുസ്ലിങ്ങളെ ഈ പറഞ്ഞ അപ്പീസ് ചെയ്യുന്നത്, അതേപോലെയാണ് കേരളത്തിലും ചെയ്യുന്നത്. കാരണം അതൊരു വോട്ട് ബാങ്കാണ്. അവിടെ ഇപ്പോഴത്തെ 5% എങ്ങാണ്ട് യു കെയിൽ മുസ്ലിങ്ങൾ വളർന്നിട്ടുണ്ട്. അവരൊരു വോട്ട് ബാങ്കായിട്ടാണ് അവിടെ കാണുന്നത്. പക്ഷേ അവർക്ക് അറിയില്ല അവർ താലോലിക്കുന്നത്. ഇത് പണ്ട് UAE ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞാണ്, ഇസ്ലാം എന്താണെന്നും അറബികൾ ഇസ്ലാം വെച്ച് എന്തെല്ലാം കളിക്കുമെന്നും ഇവർ പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അവർ പഠിച്ച് കഴിയുമ്പോൾ മാത്രമേ അവരിതിൻ്റെ, കാരണം അവർ ഷറിയ വേണമെന്ന് പറഞ്ഞ് വാദിച്ചവരാണ്, അവരിപ്പോഴും വാദിക്കുന്നുണ്ട്. UK വിൽ ബിക്കം ഷറിയ കൺട്രി എന്നുള്ള രീതിയിലൊരു മുദ്രാവാക്യം അവിടെ മുഴങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അറിയില്ല ഇവരെന്തിനെയാണ് താലോലിക്കുന്നതെന്ന്. അത് ഒരു എക്സ്ട്രീം, നിങ്ങൾ നാസികളെ മാത്രമേ ഭയന്നിട്ടുള്ളൂ. ബ്രിട്ടൻ ഹാസ് ഓൺലി ഹാഡ് പ്രോബ്ലം വിത്ത് ബോംബിങ്സ് ഫ്രം ജർമൻസ്. പക്ഷേ ഇതങ്ങനല്ല, ഇത് ഉള്ളിൽ നിന്നുള്ള അടിയായിരിക്കും. ഉള്ളിൽ നിന്നുള്ള അടി ഒരിക്കലും നമുക്ക് എതിർക്കാൻ പറ്റില്ല. അത് പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. താങ്ക്സ് മോഹനൻ. പിന്നെ അതിന് മുമ്പ് മറ്റേ പുള്ളി പറഞ്ഞ അവസാനത്തെ പോയിന്റ്, ഞാൻ ആദ്യത്തെ 2 ചോദ്യം മറന്നുപോയി, സോറി. അതുകൊണ്ട് അവസാനത്തെ ചോദ്യം പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടോ, പിന്നെ സൗദിയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ടോ, വേർ ഇസ് ഇറ്റ് ഗോയിങ് ടു ബി സെൻട്രലൈസ്ഡ്? അതാണ് ഞാൻ പറഞ്ഞത്, ഡീസെൻട്രലൈസ്ഡ് ആവും. പക്ഷെ ഡീസെൻട്രലൈസ് ആകുമ്പോൾ വീണ്ടും പ്രശ്നമുണ്ട്. നമ്മളൊരു സാധനത്തിന് ഇന്നലെ നമ്മൾ അഡ്രസ്സ് ചെയ്തു കൈപ്പള്ളി, ഇത് പോക്കിരിക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഇഷ്യൂസ് അത് പെർപെച്വേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം ബിയോണ്ട് ജോഗ്രഫി ആണെന്ന് പറഞ്ഞു. യെസ്, ബിയോണ്ട് ജോഗ്രഫി. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുന്നു, ഇപ്പോൾ വേൾഡ് വാർ 1, 2 ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് എൻഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ശ്രമിച്ചത്? അതിനകത്തൊരു കോമൺ ഗോൾ വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഹ്യൂമൻ റൈറ്റ്സ് തന്നെയാണ് അതിൽ മുന്നോട്ട് വെച്ചത്. ഈ വാർ എൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കിയത് അതാണ്. പക്ഷേ ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രശ്നത്തിന് മുന്നിൽ വരുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് അത് ഉയർത്തിപ്പിടിക്കണം എന്നൊരു ഗോൾ വെച്ചുകൊണ്ട് അതിനെ ഉയർത്തി വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രശ്നം. കാരണം ഇവരുടെ മുന്നിൽ ഹൂറികളാണ്. ഹൂറി വേഴ്സസ് ഹ്യൂമൻ റൈറ്റ്സ്. ആർക്ക് വേണം ഹ്യൂമൻ റൈറ്റ്സ്? അവിടെ അത് വരില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു വലിയ പ്രശ്നം വരുന്നത്. അങ്ങനെയല്ല വേൾഡ് വാറിലോ മറ്റേതിലോ അങ്ങനെയല്ല. അവിടെ ഓക്കെ, ഇത് നമുക്ക് ഇനി ഒരു ഘട്ടത്തിൽ അവർ സമ്മതിച്ചില്ലെങ്കിൽ പോലും മറ്റൊരു ഘട്ടം വരുമ്പോൾ അവിടെ ഹ്യൂമൻ റൈറ്റ്സിന് ഒരു പ്രയോറിറ്റി വരുന്നു. അതല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ അതാണ് അതിൽ വരുന്നത്. യെസ്, പോക്കരി എന്തോ പറയാമെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അവസാനത്തെ ചോദ്യം അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെ കൈപ്പള്ളിയോട് വേറെ പരിണാമവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക, ബോറടിപ്പിക്കാനല്ല, ഇതിങ്ങനെ ചോദിച്ചു പോകണം. അതെ, ഇന്ന് എന്റെ തമ്മനയിൽ അതാണെന്നേ, ഞാൻ വെറുതെ തമ്മനോട് നീതി പുറത്തുണ്ട്, അതുകൊണ്ട്. അപ്പൊ എന്തായാലും ആദ്യം പറഞ്ഞത് വർഗീയതയുടെ കാര്യം പറഞ്ഞു. കേരളത്തില് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കട്ടെ, കേരളത്തില് ഇപ്പൊ ഈ കാണുന്ന കമന്റിലൊക്കെയുള്ള അടിയുണ്ടല്ലോ, എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്നാമത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഈ വാക്കുകളൊക്കെ പിടിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വെസ്റ്റിലൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാടല്ല ഇവിടെ ഉള്ളത്. അവിടെ ഹേറ്റ് സ്പീച്ചും ഫ്രീ സ്പീച്ചും തമ്മിൽ ചെറിയ അതിർവരമ്പുകളുള്ളൂ. അവിടെ നിങ്ങളെ പിടിച്ച് അകത്തൊന്നും ഇടൂല, നിങ്ങൾ പറഞ്ഞു എന്ന പേരിൽ. അങ്ങനെ ഉള്ള പൗരന്റെ അവകാശങ്ങളെ കൂടെ സംരക്ഷിക്കും. പക്ഷെ ഇന്ത്യക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ പല നിയമങ്ങളും ദുരുപയോഗപ്പെടുത്തുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഇവർ തന്നെയാണ് കേട്ടോ, ഈ വിശ്വാസികളും ഇവരൊക്കെ തന്നെയാണ് ഇത് ദുരുപയോഗം ചെയ്യുന്നതും ഈ നിയമങ്ങളൊക്കെ. ശരിക്കും ഫ്രീ സ്പീച്ച് എന്താണെന്ന് പോലും പലർക്കും അറിയില്ല. അതുകൊണ്ട് ഈ മറ്റവന്റെ അഭിപ്രായം കേൾക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് ഒരു വെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് സംഭവിച്ചത്. അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ മതങ്ങൾ തമ്മിൽ അടി. ഇവന്മാർ പണ്ട് തമ്മിൽ ഭയങ്കര ഉള്ളിൻ്റെ അടിയുണ്ട്, പക്ഷെ പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ഈ കമന്റിലൊക്കെ പോയി അടിക്കുന്നത്. പിന്നെ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം, മുസ്ലിങ്ങൾക്കിടയിലുള്ള മതത്തോടുള്ള ആത്മാർത്ഥത അത് ഹിന്ദുവിന് ഹിന്ദുമതത്തോടും ക്രിസ്ത്യാനിക്ക് ക്രിസ്തുമതത്തോടുള്ള ഇതിനേക്കാൾ കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. അവരവരുടെ മതത്തോടൊന്നും വലിയ ബന്ധമില്ല പലപ്പോഴും. അതുകൊണ്ട് അവർക്കിപ്പോൾ നമ്മളിപ്പോൾ ഈ 6 വയസ്സ് കെട്ടുന്നൊക്കെ കാണുമ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനും ചോദിക്കും എന്ത് പാടേ എന്നൊക്കെ ചോദിക്കും.
പക്ഷെ അവരുടെ കിതാബിലൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ പറയുന്നത് ഞങ്ങളിപ്പോൾ ആ കിതാബൊക്കെ വിട്ട് ഞങ്ങൾ മോഡേണൈസ് ആയി എന്ന് പറയുന്നു. അപ്പോൾ ഈ അടി വർഗീയത എന്ന് നിങ്ങൾ പറയുന്നത് എപ്പോഴും വർഗീയത ആയിക്കൊള്ളുന്നില്ല, ഫ്രീ സ്പീച്ചിന്റെ ഭാഗം കൂടി ആയിട്ട് കരുതിയാൽ മതി. ഇപ്പോൾ കമന്റിലൊക്കെ ഉള്ളതൊക്കെ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു കമന്റ് കാണിച്ചില്ലേ, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കമന്റ് വെച്ചിട്ട് നമുക്ക് വർഗീയത ഉള്ള പോലെ തോന്നും. സോഷ്യൽ മീഡിയയിലുള്ള പല പ്രസ്ഥാനങ്ങളൊക്കെ അങ്ങനെ തോന്നും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ ഒരു വിലയിരുത്തൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇന്ത്യയിലുള്ള ഒരു കാഴ്ചപ്പാട് വളരെ മോശമാണ്. ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയ ഒന്നിങ്ങനെ ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ ആളുകൾ ഇതൊക്കെ മൈൻഡ് ചെയ്താവും. ഈ നിയമങ്ങളൊക്കെ എടുത്ത് ആൾക്കാരെ വേട്ടയാടുന്ന പരിപാടി അവസാനിപ്പിക്കും. അപ്പോഴേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നിയമത്തിൽ തന്നെ കൊണ്ടുവരണം. ഈ പറഞ്ഞതിൻ്റെ പേരിലൊക്കെ ഇപ്പോൾ ഗോഡ്സെ അനുകൂലിച്ചതിന് ഒരു ടീച്ചർക്കെതിരെ പോലീസ് കേസെടുക്കുന്നത്, അതൊക്കെ അത് ഓവറാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിയാണ്, ചിലതൊക്കെ നിങ്ങൾക്ക് നമ്മൾ അതിനെ ചില കാര്യങ്ങളൊന്നും പറയരുതെന്നൊരു ധാരണയൊക്കെ പൊതുബോധമുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ജയിലിടാൻ പറ്റുമോ എന്നുള്ളതൊരു ധാർമ്മികമായിട്ടുള്ള ചോദ്യം. ഇനി ജസ്റ്റ് ഒരു കമന്റ് ഇട്ടതിൻ്റെ പേരിൽ ഓക്കെ. ഇനി കൈപ്പിലോട്ടുള്ള ചോദ്യം ഞാൻ ലളിതമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി, കാരണം അധികം സമയമില്ല. ഈ ഫോസിലുകൾ ഡേറ്റ് ചെയ്യുന്നത് എപ്പോഴും കാർബൺ ഡേറ്റിംഗ് മാത്രമാണോ? ജസ്റ്റ് ചുരുക്കി പറഞ്ഞാൽ മതി, എങ്ങനെയാണ് ഡേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഡിനോസറിൻ്റെ അല്ലെങ്കിൽ ഒരു പഴയ ജീവിയുടെ ഒരു മാമത്തിൻ്റെ ഒക്കെ ഫോസിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് ഡേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ഒന്ന് ചേർത്ത് ചോദിക്കാം, കൈപ്പള്ളി അതും കൂടി ചേർത്ത് പറഞ്ഞാൽ. കഴിഞ്ഞ ദിവസം കൈപ്പള്ളി നടത്തിയ ആ വീഡിയോ കണ്ടിരുന്നു, നമ്മളുടെ ഫോസിലുകളൊക്കെ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ആംബർ അതൊക്കെ വെച്ച് ചെയ്ത്. അപ്പോൾ അതിനകത്ത് കൈപ്പള്ളി അതിൻ്റെ ഏജ് പറയുന്നുണ്ട്, ഇതിൻ്റെ ഒരു പീരീഡും കാര്യങ്ങളൊക്കെ. അതെങ്ങനെയാണ് ആ ഒരു പീരീഡ് പറഞ്ഞതും കൂടി ഒന്ന് ചേർത്ത്? ഞാനത് വളരെ ബ്രീഫായിട്ട് റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ന ഒറ്റ വാക്കിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഒരുപാട് പറയണം. ഈ ഫോട്ടോ ലൂമിനിസെൻസ് എന്ന് പറഞ്ഞൊരു പരിപാടി. ഇതൊരു കല്ലാണിത്. ദിസ് ഇസ് ജസ്റ്റ് എ റോക്ക്. അപ്പം ഒരൊറ്റ മെത്തേഡ് മാത്രം പറയാം, ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാമെന്നുള്ള. നമുക്കറിയാം, ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന പല കിരണങ്ങളും ഇത് എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുമ്പോൾ അതിൻ്റെ അകത്ത് റേഡിയേഷൻ കൊണ്ട് അതിൻ്റെ അകത്ത് ഈ ക്രിസ്റ്റൽസിൻ്റെ അകത്ത്, ക്രിസ്റ്റലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ട്രാപ്ഡ് ആവും. ഇതിനകത്തൊക്കെ പലതരത്തിലുള്ള കാൽസൈറ്റ് അങ്ങനെയുള്ള ക്രിസ്റ്റൽസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് ട്രാപ്ഡ് ആകുമ്പോഴത്തേക്കും അത് നമ്മൾ മണ്ണിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിലും മണ്ണിൻ്റെ അടിയിൽ കിടന്നിട്ട് നമ്മളിതിനെ പുറത്തെടുക്കുകയാണ്. ഈ പുറത്തെടുത്തിട്ട് ഇതിനെ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ കൊടുക്കും. ദർ ആർ 2 മെത്തേഡ്സ്. എല്ലാ മെത്തേഡ്സിലേക്കും പോകുന്നത്. എന്നിട്ട് അതിൽ നിന്ന് എന്തുമാത്രം ഈ ട്രാപ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എത്ര എണ്ണം ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പുറത്തു വരുന്നു എന്ന് പരിശോധിക്കും. ഇതൊരു മെത്തേഡ് മാത്രമാണ്. ഇതുപോലെ ഈ ഫോട്ടോ ലൂമിനിസെൻസ് ഉണ്ട്, അതുപോലെ ഈ പറഞ്ഞ കണക്ക് ഇൻസിറ്റു മെഷർമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ യുറേനിയം ആർഗൺ ഡേറ്റിംഗ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഐസോട്ടോപ്സിനെ മെഷർ ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഈ കാർബൺ ഡേറ്റിംഗ് പോലെ തന്നെയുള്ള വേറൊരു ഡേറ്റിംഗ് ആണ്. അപ്പം നമുക്കറിയാം, കാർബൺ 14ൻ്റെ ഒരു പ്രായം എന്ന് പറയുന്നത്, അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 5730-40 വർഷമാണ്. അപ്പോൾ മാക്സിമം നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന 50,000 വർഷമാണ് അതിൻ്റെ ആക്യുറസി. അതുമാത്രമല്ല, കാർബൺ ഡേറ്റിംഗ് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ല. കാര്യം ഈ ജീവികളൊക്കെ ജീവിച്ചിരുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പാണ്. സോ യു ക്യാൻ നെവർ യൂസ് കാർബൺ ഡേറ്റിംഗ് ടു ഡേറ്റ് ദീസ് ഫോസിൽസ്. ഈ റോക്ക് ആയിട്ടുള്ള മിനറലൈസ്ഡ് ആയിട്ടുള്ള അതിനെ നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് സ്ട്രാറ്റിഗ്രഫിക് മെത്തേഡാണ്. ഇത് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ പിന്നെ പിടിച്ചാൽ കിട്ടൂല. സ്ട്രാറ്റിഗ്രഫി എന്ന് പറഞ്ഞാൽ ഈ സെഡിമെൻ്ററി റോക്കുകളുടെ ഇതൊക്കെ കൂടെ കൈ പിടിച്ചാണ് എപ്പോഴും കിടന്നത്. മറ്റേ കല്ലിന്റെ പാളികൾക്കിടയിലല്ലേ, ഈ ഭൂമിയുടെ താഴെയുള്ള പാളികൾ, അതിന്റെ ഇടയിലാണ് ഫോസിൽ പെട്ടതെങ്കിൽ അതിന്റെ മുകളിലെയും താഴിലെയും പാളി വെച്ചിട്ട് ജിയോളജിസ്റ്റുകൾ, ഇപ്പൊ ഈ ടീമുകളുടെ കൂടെ ജിയോളജിസ്റ്റുകൾ ഉണ്ടാവും. പാലിയോന്റോളജി ആൻഡ് ജിയോളജി ഇത് വളരെ ഓവർലാപ്പ് ചെയ്യുന്ന വിഷയമാണ്. എൻ്റെ മകളിപ്പം ഇത് സ്പെഷ്യലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെ ഈ ടെക്സ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വെരി ഓവർലാപ്പിംഗ്. അതിനകത്ത് എവല്യൂഷണറി ബയോളജിയും ഫിസിയോളജി വേറൊരു വിഷയം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ജിയോളജിയിൽ കുറേ കെമിസ്ട്രി വരും, കുറേ കെമിസ്ട്രിയും കൂടി വരും. കെമിസ്ട്രി വരും, പിന്നെ കുറേ ഫീൽഡ് വർക്കുണ്ട്. എനിവേ, ലെറ്റ്സ് ഗോ ബാക്ക് ടു ദിസ് പോയിന്റ്. ദിസ് ഇസ് അബൌട്ട് ഈ ഒരു ലെയർ എന്ന് പറയുന്നത്, ഇത് ഒരു ഫ്ലഡിൻ്റെ പീരീഡാണ്. ദിസ് ഇസ് 1 ഫ്ലഡ് പീരിയഡ്. ഓക്കെ, അപ്പോൾ അത് ചിസിൽ ചെയ്ത് പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇരിക്കുന്ന സ്ഥലം കാണുമ്പോഴത്തേക്കും ഫുൾ ഓഫ് ചിസിൽഡ് ഇതാണ്. ഇതെൻ്റെ 2-3 വീഡിയോസ് കിടപ്പുണ്ട് ഇതിനെപ്പറ്റി. അത് ജിയോക്രോണോളജി മാത്രം ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ ഈ ചോദിച്ചതിനുള്ള എല്ലാ മെത്തേഡ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതാരൊന്നും കാണാറില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്കിത് പറയാൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ആരും ഇവരൊന്ന് ക്ഷമിച്ചോളാം. അപ്പോൾ ഇത് ഒരു ഇതാണ്, എന്താ പറയുക, ഒരു ലെയറാണ്.
അപ്പോൾ ഇതിൻ്റെ പീരീഡ് നമുക്കറിയാം. ഏത് ഇതിൻ്റെ അല്ല, ഇത് ഏത് പീരീഡിലാണ് ഉള്ളതെന്നുള്ള സ്ട്രാറ്റിഗ്രഫിക് ഇൻസിറ്റു സ്റ്റഡി, ആ ഒരു ലെയറിൻ്റെ സ്റ്റഡി നമുക്കുണ്ട്. ഇത് ഇന്ന പീരീഡിലാണ്. എന്നിട്ടാണ് ഇത് മാർക്ക് ചെയ്തിട്ട് പറയുന്നത് ഇത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഫോസിലുണ്ട്, ഇത് ഏകദേശം ഒരു 120 to 60 മില്യൺ ഇയേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ സ്ട്രാറ്റിഗ്രഫിക് മെത്തേഡുണ്ട്, റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഉണ്ട്. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ചെറിയ അത് കാർബൺ ഡേറ്റിംഗ്. പിന്നെ റേഡിയോ മെട്രിക് ഡേറ്റിംഗ് വിച്ച് ഇസ് യുറേനിയം ആർഗൺ വിച്ച് ഇസ് 4.5 ബില്യൺ ഇയേഴ്സ്. എനിക്ക് മനസ്സിലായി. അല്ല, ഒരുപാട് മൂലകങ്ങളുടെ ഐസോട്ടോപ്പുമായി ബന്ധപ്പെട്ട പറഞ്ഞു. അല്ല, അപ്പൊ ഞാൻ സണ്ണി ഇങ്ങനെ നോക്കുകയായിരുന്നു. ഗംഗയിലെ നാഗവള്ളി ഉണർന്നു. അതെ, അപ്പൊ കൈ പിടിച്ച് കാര്യങ്ങൾ പറയുന്നു. കൈപ്പള്ളി ഡേറ്റിങ്ങിനെ പറ്റി മാത്രം പറയുന്നു. ഞാൻ ഒരുപാട് ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റിംഗ് അല്ല ഈ ഡേറ്റിംഗ്. ഇത് കാർബൺ ഡേറ്റിംഗ് ആണ്. ഇത് കാർബൺ ഡേറ്റിംഗ്, റേഡിയോ മെട്രിക് ഡേറ്റിംഗ്, നോട്ട് കാർബൺ ഡേറ്റിംഗ്, റേഡിയോ മെട്രിക് ഡേറ്റിംഗ്. എന്തായാലും അതിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ കൈപ്പള്ളിയുടെ കണ്ണിൽ ആ തിളക്കം നമ്മൾ ശ്രദ്ധിച്ചു. അല്ല, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഡേറ്റിംഗ്. അതെ. അപ്പൊ ഇപ്പൊ കൈപ്പള്ളി പറഞ്ഞത് ഒരു 2-3 കാര്യം കൂടി ഞാൻ ക്ലാരിഫൈ ചെയ്ത് നമുക്ക് അടുത്ത ആളിലേക്ക് പോയി. അധികം സമയമൊന്നുമില്ല. ഒന്ന്, ഈ ക്രിസ്റ്റലൈസ് ചെയ്യും അല്ലെങ്കിൽ എന്ന് പറഞ്ഞത്, ഇപ്പൊ ഡിനോസറൊക്കെ മരിച്ച് അല്ലെങ്കിൽ ഡിനോസർ മണ്ണിന്റെ അടിയിൽ കല്ലിന്റെ അടിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഡിനോസറിന്റെ എല്ലുകളും മറ്റ് DNA ഒക്കെ ദ്രവിച്ചു പോകും. ആ സ്ഥാനത്തേക്ക് പല മിനറലുകൾ, പല മൂലകങ്ങളും വന്ന് ചേരും. അപ്പൊ എന്താ പറയാ, ആ ഷേപ്പ് ഉണ്ടാകും, പക്ഷെ ആ ജീവിയുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടാവില്ല. പ്രധാനമായിട്ട് രോമം, മറ്റു തൊലിയുടെ പല ഭാഗങ്ങളും പെട്ടെന്ന് തന്നെ പോകും. ഫർ അല്ലെങ്കിൽ മറ്റേ ഹെയർ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ, ഈ തൊപ്പയൊക്കെ പെട്ടെന്ന് പോകും. പിന്നെ കല്ല്, അതെ, അത് അതിനകത്തുള്ള സാധനം കല്ലിലുള്ള അവശിഷ്ടങ്ങൾ തന്നെയാണ്. അല്ലാതെ അത് ശരിക്കും DNA മറ്റു പദാർത്ഥങ്ങളോ നമ്മുടെ ശരീരത്തിലുള്ള കാർബൺ പദാർത്ഥങ്ങളൊന്നും അല്ല. കാരണം ഈ പുറത്ത് നിന്ന് വരുന്ന, മണ്ണിൽ നിന്ന് വരുന്ന പദാർത്ഥങ്ങളാണ് ഇതിനകത്തേക്ക് പതുക്കെ ഇറങ്ങുന്നത്. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയല്ല നിങ്ങൾക്ക് ഫോസിൽ കിട്ടുന്നത്. ഫോസിൽ കിട്ടുന്ന സ്ഥലങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ കടൽ അല്ലെങ്കിൽ മറ്റ് ചില പ്രത്യേക സ്ഥലങ്ങൾ, ഇപ്പോൾ ഈ മഴക്കാടുകളിലൊക്കെ ഫോസിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവിടെയൊക്കെ അസിഡിറ്റി കൂടുതലാണ്, ഹ്യൂമിഡിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഫോസിലുള്ള സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു പോകും. ഇനി അവസാനം പറഞ്ഞ ആ കല്ലിന്റെ ഇടയിലുള്ള പാളി, ഇപ്പോൾ ദിനോസർ അല്ലെങ്കിൽ മറ്റ് ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്നത് ഇദ്ദേഹം പറഞ്ഞ പോലെ ആ ഫോസിൽ കിടക്കുന്ന ഭൂമിക്ക് അടിയിലെ പാളി, അതിന് മുകളിലെ പാളിയും അതിന് താഴെയുള്ള പാളി, ഒരു ജിയോളജിസ്റ്റിന് ആ കല്ലിന്റെ ഏജ് കണക്കാക്കാൻ പറ്റും. അത് വെച്ചിട്ടാണ് നിങ്ങൾ എപ്പോഴും ഈ ദിനോസറിന്റെ ഏജ് പറയുമ്പോൾ ഇന്നത് മുതൽ ഇന്നത് വരെ എന്ന് കാണിക്കും. അപ്പോൾ ഇത് ഫോസിലിനെ സംബന്ധിച്ച് കൈപ്പള്ളി മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈപ്പള്ളിയോട് അത് പറയാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് തരം റേഡിയോമെട്രിക് ഡേറ്റിങ്ങുകളുണ്ട്. കാർബൺ ഡേറ്റിംഗ് മാത്രമല്ല, കാർബൺ ഡേറ്റിംഗ് 57 വർഷം ആകുമ്പോൾ കാർബൺ ഡേറ്റിങ്ങിന്റെ റിലവൻസ് കുറയും, പിന്നെ അങ്ങോട്ട് നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ കാർബൺ ഡേറ്റിംഗ് വെച്ചിട്ട്, യുറേനിയം ഡേറ്റിംഗ് വെച്ചിട്ട്, പല ഡേറ്റിംഗ് വെച്ചിട്ട് തന്നെ ഒരേ സ്ഥലം നിങ്ങൾ ഡേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡേറ്റിലേക്ക് നിങ്ങൾ ഒതുങ്ങും. നിങ്ങൾക്ക് വ്യത്യസ്ത ഡേറ്റിംഗ് കിട്ടില്ല. അതാണ് ഈ റേഡിയോമെട്രിക് ഡേറ്റിംഗിന്റെ ഒതന്റിസിറ്റി. ഓക്കെ. പിന്നെ ഉള്ളതാണ് ഈ തെർമോ ല്യൂമിനിസൻസും പിന്നെ ഫിഷൻ ട്രാക്കിങ്ങും. ഇത് നമുക്ക് അടുത്ത സെഷനിൽ വിശദീകരിക്കാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. أشهد أن لا إله إلا الله.
Ashhadu anna mitum yal rasulu dingga. Ashhadu anna mitum yal rasulu dingga. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La